ഇത് ഷെയർ ഹോൾഡർ അഡ്മിൻ കൺസോൾ ആണ്. ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് വെൽക്കം ടു ഡാഷ്ബോർഡ് പറഞ്ഞ പേജിലേക്കാണ് വരിക. അപ്പൊ ഇവിടെ നമ്മളിപ്പോ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സിന്റെ കൗണ്ട്, ടോട്ടൽ ഷെയർ ഇഷ്യൂഡ്, എത്ര ഷെയർ വാങ്ങിയിട്ടുണ്ടെന്ന്, പിന്നെ എത്ര ഷെയർ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ലാസ്റ്റ് 7 days എത്ര പേര് ജോയിൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് റീസെന്റ് ജോയിൻഡ് തന്നെ കാണിക്കും. പിന്നെ അപ്രൂവ് ചെയ്യാനുള്ള ഷെയർസിന്റെ കൗണ്ട്, ലോക്ക് ഷെയർസ് ഇവിടെ കാണിക്കും 2000 പറഞ്ഞിട്ട്. പിന്നെ ഇതിൽ ലെഫ്റ്റ് സൈഡിൽ ഇത്രയും ഓപ്ഷൻസ് ആണ് നമ്മൾ ഈ അഡ്മിൻ കൺസോളിൽ വരുന്നത്. ഫസ്റ്റ് തന്നെ ഷെയർ ഹോൾഡേഴ്സ്. അപ്പൊ ഇവിടെ നമുക്ക് പുതിയൊരു ഷെയർ ഹോൾഡർ ആഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ആഡ് ഷെയർ എന്ന ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇത്രയും ഫീൽഡ് ഫിൽ ചെയ്യാം. അപ്പൊ ഇതിൽ പാരന്റ് ഷെയർ ഹോൾഡർ ഉണ്ടെങ്കിൽ പാരന്റ് ഷെയർ ഹോൾഡർ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഷെയർ അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്, എത്ര ഷെയർ അസൈൻ ചെയ്യണമെന്നും, പർച്ചേസ് ഡേറ്റ്, ട്രാൻസാക്ഷൻ ഡേറ്റ്, പിന്നെ അക്കൗണ്ടിലെ പാസ്വേഡ്, പിന്നെ ഷെയർ ഹോൾഡർ ഇമേജ് അപ്ലോഡ് ചെയ്യും. ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ഇമേജ് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, എന്നാൽ മാത്രം ഇമേജ് അപ്ലോഡ് ആവുന്നുള്ളൂ. ഓക്കെ, ഇത്രയും ഫീൽഡ് ഫില്ല് ചെയ്തതിനു ശേഷം സേവ് ചേഞ്ചസ് കൊടുക്കാം. വൺസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൽ ഇവിടെ ആഡ് ആയിട്ട് കാണും. ഇപ്പൊ ഓൾറെഡി ആഡ് ചെയ്ത ഷെയർ ഹോൾഡേഴ്സ് ലിസ്റ്റ് ആണ് കാണുന്നത്. സപ്പോസ് ആഡ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ പേജ് റീലോഡ് ചെയ്യാം. ഇപ്പൊ ഷെയർ ഹോൾഡർ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഷെയർ ഹോൾഡർ പേര് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അഡ്മിന്. പിന്നെ അതുപോലെ തന്നെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ചേഞ്ച് പാസ്വേഡിൽ പോയി കഴിഞ്ഞാൽ ആ അക്കൗണ്ടിന്റെ പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ആക്ടിവേറ്റ് അക്കൗണ്ട്സ് ആണ് അടുത്തുള്ളത്. ഇപ്പൊ ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഒരു ഷെയർ ഹോൾഡർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഷെയർ ഹോൾഡറിന് അണ്ടറിൽ ഒരു ഷെയർ ഹോൾഡർ ആഡ് ചെയ്യാണ്. അങ്ങനത്തെ കേസിൽ അഡ്മിന്റെ ആക്ടിവേഷൻ വേണം, അപ്രൂവൽ വേണം ആ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ അക്കൗണ്ട്സ് ഒക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇതിപ്പോ ഒരു ഷെയർ ഹോൾഡറിന്റെ അണ്ടറിൽ ആഡ് ചെയ്ത അക്കൗണ്ട് ആണ്, അതുകൊണ്ടാണ് ഇവിടെ ആക്ടിവേറ്റ് അക്കൗണ്ട്സിൽ ഇവിടെ കാണിക്കുന്നത്. ഇപ്പൊ ഈ അക്കൗണ്ട് അപ്രൂവ് ചെയ്യണമെങ്കിൽ ഇതിന് എഡിറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ആക്ടിവേഷൻ സ്റ്റാറ്റസ് ഓൺ ആക്കിയിട്ട് സേവ് കൊടുത്താൽ മതി. ആ ഒരു അക്കൗണ്ട് ആക്ടിവേറ്റ് ആവും. ഇപ്പോൾ അഡ്മിൻ ആഡ് ചെയ്യുന്ന അക്കൗണ്ട്സ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആക്ടിവേറ്റ് ആവും. ഇപ്പൊ ഷെയർ ഹോൾഡർ അണ്ടറിൽ ഷെയർ ഹോൾഡർ ലോഗിനിൽ കയറിയിട്ട് ആഡ് ചെയ്യുന്ന അക്കൗണ്ട്സ് ആണെങ്കിൽ അഡ്മിൻ ആക്ടിവേഷൻ ആവശ്യമാണ്. പിന്നെ ടോട്ടൽ ഷെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള ഷെയർസിന്റെ കൗണ്ട് ആണ് കാണിക്കുന്നത്. എത്ര ഷെയർസ് അവൈലബിൾ ആണ്, എത്ര വാങ്ങിയിട്ടുണ്ട്, അതുപോലെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുപോലെ നമുക്ക് ഷെയർ പർച്ചേസ് ഡിസേബിൾ ചെയ്യാൻ പറ്റും. ഡിസേബിൾ ഷെയർ പർച്ചേസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്കിവിടെ എനേബിളും ഡിസേബിളും ചെയ്യാം ഷെയർ പർച്ചേസ്. അടുത്തത് ഷെയർ ഓതറൈസേഷൻ. നമ്മളിപ്പോ ഒരു ഷെയർ ഹോൾഡർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര ഷെയർ സെലക്ട് ചെയ്തിട്ട് പർച്ചേസ് ഡേറ്റും കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ ആ ഷെയർ ഒക്കെ ഇവിടേക്കാണ് വരിക. ഇവിടെ വന്നിട്ട് നമ്മൾ വൺസ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഷെയർ അപ്രൂവ് ആവുള്ളൂ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് അതിന്റെ ഒരു ഷെയറിന്റെ റെഫറൻസ് നമ്പറും അതുപോലെ തന്നെ റെസീപ്റ്റ് ഫയൽ അപ്ലോഡ് ചെയ്യണം. നമ്മൾ ആ ഒരു പേയ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു പ്രൂഫാണത്. എന്നിട്ട് ഇവിടെ ആക്ഷൻസിൽ നമുക്ക് ഷെയർ ഓതറൈസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഷെയർ റിലീസ് ചെയ്യാം. 2 ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ 2 പ്രൂഫും പ്രൊവൈഡ് ചെയ്ത കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ഷെയർ ഓതറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഏത് സ്റ്റേജ് വേണം നമുക്ക് റിലീസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ട് നോട്ട് ആക്ടിവേറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇതിപ്പോ ആക്ടിവേറ്റ് ചെയ്യാത്ത അക്കൗണ്ടിന്റെ ഷെയർ ആണ്. അപ്പൊ ഈ ഷെയർ നമുക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഈ ഒരു ഷെയർ അപ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ഈ ഷെയർ ഒരു ആക്ടിവേഷൻ ഈ ഒരു ഷെയർ നമുക്ക് ഓതറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഷെയർ റിലീസ്. ഇപ്പൊ ഷെയർ റിലീസ് എന്താ വെച്ചാൽ നമുക്ക് ഓൾറെഡി അപ്രൂവ് ചെയ്ത ഷെയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും, ഇവിടെ നമുക്ക് ആ ഷെയർ റിലീസ് ചെയ്യാം. പിന്നെ പ്രൊഫൈൽ എഡിറ്റ് റിക്വസ്റ്റ്. ഇപ്പൊ ഷെയർ ഹോൾഡറിന് നമുക്കിപ്പോ ഇനീഷ്യലി 2 പ്രാവശ്യം അവർക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 2 പ്രാവശ്യം അഡ്മിന്റെ സഹായം ഇല്ലാതെ അവർക്ക് എഡിറ്റ് ചെയ്യാം. 2 പ്രാവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ അവർക്ക് റിക്വസ്റ്റ് കൊടുക്കണം, എഡിറ്റ് റിക്വസ്റ്റ് കൊടുക്കണം. അങ്ങനത്തെ കേസിൽ ഇവിടെ റിക്വസ്റ്റ് ഇവിടെ കാണിക്കും. പിന്നെ ആക്ടിവിറ്റി ലോഗ്, അപ്പോൾ ഷെയർ ഹോൾഡർ ആയാലും അഡ്മിൻ ആയാലും ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റി ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. മന്ത്ലി റിപ്പോർട്ട് എങ്ങനെയാ വെച്ചാൽ ഇപ്പോ ഓരോ മന്ത് വൈസ് റിപ്പോർട്ടാണ് ഇവിടെ ജനറേറ്റ് ചെയ്യുക. മന്ത് എൻഡിലേക്ക് ജനറേറ്റ് ചെയ്യുക. ഒരു ഷെയർ ഹോൾഡർ എത്ര ഇൻഡയറക്റ്റ്, ഡയറക്റ്റ്, അതുപോലെ തന്നെ ടോട്ടൽ ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിനെ കൊണ്ടുവരുന്നുള്ള കൗണ്ട് ആയിരിക്കും ഇവിടെ കാണിക്കുക മന്ത്ലി റിപ്പോർട്ടിൽ. പിന്നെ സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഷെയറിന്റെ ആ പെർസെന്റേജ് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്പേഴ്സ് ചേഞ്ച് ചെയ്തിട്ട് സേവ് ചേഞ്ചസ് കൊടുത്താൽ മതി. ഒരു അഡ്മിൻ കൺസോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്.